എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ പ്രാവീൺകുട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ഷൗബിൻ സാഹിർ, ശമ്പനവിനെ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ് പ്രാവീൺകുട് ഷാപ്പ്. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,70,00,000 രൂപയും, രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ 80 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം 2,50,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. മൂന്നാം ദിവസമായി ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 80 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,30,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയ ഹൈപ്പോ പ്രമോഷനൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ പ്രാവീൺകുട് ഷാപ്പ് എന്ന സിനിമയ്ക്ക് ചിത്രം ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും ഡീസൻറ്റ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയിൽ കഴിഞ്ഞ ജനുവരി മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി 2021 ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി. നിലവിൽ 10 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 17,65,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 10ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 19 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 10ാം ദിവസമായി ഇന്നലെ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2 കോടിക്ക് മുകളിൽ രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 42 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ചിത്രം 11ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.